നമ്മൾ 10 മണിയായ സമയത്ത് രണ്ടാം കുറ്റിയിൽ മീൻ കട അൽഹംദുലില്ല എന്ന് പറഞ്ഞുള്ള മീൻ കടയിൽ വന്നിട്ടുണ്ട്. അപ്പം നിറച്ചിരുന്ന മീനായിരുന്നു. ഇപ്പോൾ 10 മണിയായ സമയത്ത് ഫുള്ളിരുന്ന മീനൊക്കെയാണ് ഇത് ഏകദേശം തീരാറായിട്ടുണ്ട്. സാധാരണയായിട്ട് ജോലിക്കൊക്കെ പോയിട്ട് വരുന്ന ആൾക്കാരാണ് ഇത് ഇവിടെ നിന്നാണ് കൂടുതലായിട്ടും വാങ്ങിച്ചിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ഇവിടെ നിന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പേര് ഇതിൻ്റെ പേരെന്താണ്? അത് എലപ്പാട്ടി. എലപ്പാട്ടി നങ്ക്. അതൊന്ന് എടുത്ത് കാണിക്കോ? ഇത് മറ്റേ മാന്തൽ പോലത്തെ മാന്തൽ എന്നും പറയും അല്ലേ? ഇതെങ്ങനെയാണ് റേറ്റ്? മാന്തൽ റേറ്റ് 260 രൂപ അന്നുള്ള റേറ്റ് ആണ്. അതിന്റെ താഴെയുള്ള മീനിന്റെ പേരെന്താണ്? അതിന്റെ കുറച്ച് വീതി ഉണ്ടല്ലോ ഈ മീനിന്. 2-3 അതിന്റെ കൂട്ടത്തിൽ ഉള്ളത് തന്നെയാണ്. ഇനി അടുത്ത ഈ കൊഞ്ചും മറ്റേതെല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തത് ഉലുവാച്ചി 160. ഇന്നലത്തെ അങ്ങാട്ട് വില കുറവാണെന്ന്. അണ്ണാ സാധാരണ എവിടെ നിന്നാണ് എടുക്കാറ്? വാടി നീണ്ടകര വിഴിഞ്ഞത്തൊക്കെ പോയി. പണി മോശമായോണ്ട് ഇവിടെ വിറ്റ് കഴിഞ്ഞാൽ മുതലാവത്തില്ല അല്ലേ? ഓക്കെ, ഇനി അടുത്ത നമ്മുടെ ആറ്റുവാള. ഇതെങ്ങനെയാണ് റേറ്റ് വരുന്നത്? കിലോ 200 രൂപ. ഇത് എത്ര വരും? 1.5 കിലോ വരുമോ? 1,200 രൂപ വരും അല്ലേ? 200 രൂപ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആറ്റുവാള കൊടുക്കും. ഈ ആറ്റുവാള കൂടുതൽ കഴിക്കുന്ന ബംഗാളികളാണ്. മലയാളികളും കൂടുതലായിട്ട് കഴിക്കുന്നു എന്നാണ് അണ്ണൻ പറഞ്ഞത്. വെട്ടുന്നത് ഫ്രീ ആണ്. അതാണ് ഇവിടുത്തെ വേറൊരു പ്രത്യേകത. ഈ ഉലുവാച്ചി പെട്ടി നിറച്ച് വെച്ചിട്ടുണ്ടല്ലോ, ഇഷ്ടംപോലെ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ കട എവിടെയാണ് കറക്റ്റ് ലൊക്കേഷൻ? രണ്ടാം കുറ്റി. എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യും കട? 2 മണിക്ക് ഉച്ചയ്ക്ക് 2 മണി മുതൽ എത്ര മണി വരെ? 10:30 വരെയാണ് ഉള്ളത്. അപ്പോൾ ഓക്കെ, അതാ മീനിന്റെ കളക്ഷൻസ്. നമുക്ക് ജസ്റ്റ് ഒന്ന് അകത്തോട്ടൊന്ന് പോയി നോക്കാം, ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കാം. സംഭവം നിറഞ്ഞിരുന്നായിരുന്നു, പെട്ടിയൊക്കെ പെട്ടിയൊക്കെ കാലിയായിട്ടുണ്ട്. ഈ പെട്ടി നിറച്ചുന്ന നൊത്തോലിയാണ് സംഭവം ഉള്ളത്. നമ്മൾ കടയുടെ അകത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കടയിൽ പെട്ടിയൊക്കെ നിറച്ചിട്ടുണ്ട്. ഇത്രയും പെട്ടിയിലാണെങ്കിൽ സംഭവമാണെങ്കിൽ മീനുകളൊക്കെ സംഭവം സെറ്റ് ചെയ്യാണ് വെച്ചിട്ടുള്ളത്. ഇപ്പം ആണെങ്കിൽ സംഭവം ഒരു ദിവസം വേറെ കടകളുണ്ട്. ഒരു ദിവസം എത്ര പെട്ടി മീൻ എടുക്കും? എല്ലാ ഐറ്റംസ് എല്ലാം എടുക്കും. ഉലുവാച്ചി, ഞണ്ട്, ഈ താട പരവ, നെത്തോലി, ഇങ്ങനെയുള്ള ഐറ്റം എല്ലാം ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് റേറ്റ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഇത് കണവല്ലേ? ഞണ്ട്, സോറി, കണവല്ലേ, ഞണ്ടാ. ഇതെങ്ങനെ വരും കിലോ? ഞണ്ട് വന്നിട്ട് വെറും 200 രൂപ മാത്രമേ ഉള്ളതാ. ജീവനെല്ലാം ഉള്ളതുണ്ടാ? ജീവനുള്ളതല്ല, അല്ലെങ്കിൽ പിന്നെ എനിക്ക് നല്ല 200 രൂപയുള്ളൂ. അതിനുശേഷം പിന്നെ അടുത്ത നവര. ഇതെങ്ങനെയാ? 300 രൂപയ്ക്ക് കൊടുത്തു. ഇത് നമ്മളെ കായൽ അതാ വളർത്തണതാ, കടൽ മീൻ തന്നെ. ഇതിന്റെ പേരെങ്ങനെയാ? ഉലുവാച്ചി എന്ന് പറയുന്ന മീനാണ് കേട്ടോ. ഇത് നമ്മുടെ യഥാർത്ഥത്തിൽ ട്രിവാൻഡ്രത്തുള്ള ആൾക്കാർ വലുതായിട്ട് കഴിക്കത്തില്ല, കൊല്ലത്തുള്ളവർ കഴിക്കും അല്ലേ? ഇതെങ്ങനെയാണ് കിലോ വരുന്നത്? കൊല്ലംകാരുടെ കിലോ 160 രൂപ ഉള്ളു. ഫുള്ളായിട്ട് ഫ്രൈ ചെയ്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത നൊത്തോലി 150 രൂപ. 150 1 കിലോ 150. നല്ല കിടിലം ഫ്രഷ് നൊത്തോലി. അതിനുശേഷം കൊഞ്ച് 260 രൂപ. ഇത് കായല കടല? വലിയ വള്ളക്കാരുടെ പൂവാലം കൊഞ്ചാണ്. കിലോ വന്നിട്ട് 260 രൂപ. ഇനി അടുത്ത മീന്